ഞാൻ വന്നത് സഹദേവിന്റെ പണത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി സാവകാശം കിട്ടും. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. പൂതന ആരാണെന്ന്? ആരാടി പൂതന? അയ്യോ, അതറിയില്ലേ? വേഷം മാറി വന്ന രാക്ഷസി. ആ മക്കളെ കാണാൻ ഒരു ആന്റി വന്നിരിക്കുന്നു, രാധമ്മ ആന്റി. ഇത് സന്തോഷ്, ഇത് സൗമ്യ. എത്ര നാളായി നിങ്ങളെ കാണാൻ ആന്റി കാത്തിരിക്കുന്നു. വരൂ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ലൗലി. നോക്കൂ മമ്മി, ആന്റിയുടെ നെക്ലസ് വേണ്ടോ? മാധവമാമേ മസ്കറ്റിൽ വന്നപ്പോ കൊണ്ടുവന്നില്ല, അതുപോലെ ഇരിക്കുന്നു. നല്ല ഭംഗിയല്ലേ മമ്മി? അതുപോലെ തന്നെ ഇരിക്കുന്നു. പുള്ളിക്കാരൻ കല്യാണത്തിന് വന്നപ്പോ കൊണ്ട് തന്നായിരിക്കും അല്ലേ? നല്ല വില കാണും ഇല്ലേ ചേച്ചി? കാണുമായിരിക്കും. വാടോ, കണ്ടിട്ട് നാളത്തിലായി. ആരാടോ ആ പോയത്? അതെ, ഒരു വിരുന്നുകാരി. ഏത് വിരുന്നുകാരി? നമ്മുടെ വാസുകുട്ടിയമ്മാണില്ലേ, അങ്ങേരുടെ മകന്റെ ഭാര്യ. ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. താൻ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കെ 15 മിനിറ്റ് ഞാൻ വരാം. വാസുകുട്ടിയമ്മാവൻ? കളക്ടറായിരുന്നില്ലേ, എന്നിട്ട് റിട്ടയർ ചെയ്തിപ്പോ സേലത്ത് സ്റ്റാർച്ച് ഫാക്ടറി നടത്തുന്നു. എടാ, അത് ഗോവിന്ദൻകുട്ടിയമ്മാവനല്ലേ? ഓ, എങ്കിൽ എനിക്ക് പേരേറ്റ് ചെയ്താ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. നിലവല്ലേ, ഗോവിന്ദൻകുട്ടി അമ്മാവന് ആൺമക്കളില്ലല്ലോ, 2 പെണ്ണല്ലേ. മൂത്തത് തിരുവനന്തപുരത്തേക്ക് അയച്ച ലക്ഷ്മി അമ്മ, പിന്നെ കമല. ദുബായിൽ ജോലിയുള്ള? ദുബായ്? അങ്ങനെ ഒരാളില്ലേ? കാണുമായിരിക്കും, ഞാൻ മറന്നുപോയതായിരിക്കും. വരുപ്പോ? ഞാനില്ല. അതെന്താ? നിങ്ങൾ പോയിക്കോളൂ. നീ ഇല്ലാതെ? ഞാൻ പിന്നെ ഞാൻ ആരെ വിളിക്കും? എന്നാലും പാടുവാൻ എനിക്ക് തന്നിട്ട് ആ വേദിക്ക് എടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയെന്നോ? നെക്ലേസോ?
അയ്യോ പാവം, ഒന്നും അറിയില്ലല്ലേ? നിങ്ങൾ നിങ്ങൾ മനുഷ്യനാണോ? ഒരു രാധമ്മ അമ്മാവന്റെ മകന്റെ ഭാര്യയാണത്ര. എന്താ കാര്യം ഇതൊക്കെ? നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. 9 വർഷം എന്നോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തിയായില്ലല്ലേ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അത് മാത്രം ഇവിടെ എന്തുണ്ടായി? പോയി അവളുമായി കഴിഞ്ഞതിന് ശേഷം എന്റെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അത് അവളെ അറിയിച്ചൊരുക്കി എന്റെ ഉണ്ടെന്നെ കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഞാൻ നെക്ലസ് എടുക്കുന്നു. ഇപ്രാവശ്യം എറണാകുളത്ത് പോകാൻ സമയത്ത് അലമാരി ഞാൻ നെക്ലസ് കണ്ടതാ. നിങ്ങളുടെ പുറകെ ഇറങ്ങി വന്ന് നിങ്ങളുടെ വീട്ടിലേക്കായിരുന്നു. ഒന്നും അറിയില്ലത്രേ. നിനക്ക് ഭ്രാന്താണ്. ഭ്രാന്തിയായിരുന്നെങ്കിൽ പേപ്പറ്റെ കെട്ടിയത് പോലെ എന്നെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ പൊറുക്കാമായിരുന്നു അല്ലേ? തൊട്ടപ്പോയിരുന്നല്ലേ? എന്നെ തൊട്ടാൽ ഞാൻ എവിടെയെങ്കിലും തലയെടുത്തിട്ടാവും. സാറിന് ചായം ചേരാൻ ചേച്ചിയില്ലേ ചേട്ടന് വേണ്ടേ? എന്നല്ല, എന്നാലും ചേച്ചിയല്ലേ ഇടയ്ക്കുള്ള ലിങ്ക്. ചന്ദ്രനോടെ കുളിക്കുകയാണ്, ഇപ്പൊ വരും. ചേട്ടാ, ചേച്ചി എന്റെ കൂടെ വന്നില്ല. വന്നില്ല? വിളിക്കും. ഇല്ല. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇല്ല. പിണക്കത്തിലാണോ? എനിക്ക് പിണക്കൊന്നുമില്ല. ആ ചേട്ടനും എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. ഞാൻ ചായ കൊണ്ടുവന്നു. എന്താ ഒരു വല്ലായ്മ? ഹലോ, ചേച്ചിയില്ലേ? ചേച്ചി, എന്താ ചേച്ചി ഇത്? വഴക്കിട്ട് പോന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തിനാ വന്നതെന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ ആർക്കും സംശയം കണ്ടാൽ ഒറിജിനൽ ക്ലാസ്. പക്ഷേ എനിക്ക് ആ ഒപ്പ് കണ്ടപ്പോ ഒരു നേരിയ ഞാൻ അയാളുടെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം അങ്ങനെ. ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം. ഇപ്പോഴും ഞാൻ ഞാനിതൊന്നും ഓർത്തിരുന്നതല്ല. എന്താ ചേട്ടാ ഇതൊക്കെ? എന്താ ഇതിന്റെ അർത്ഥം? ചോദിച്ചു. ചേട്ടനൊന്നും അറിയില്ലേ? അറിയാം. എന്താണ്? ഇഷ്ടമില്ല. ചേച്ചി, ഞങ്ങളിതൊന്നും സ്വപ്നം പോലും കണ്ടല്ല. ഇതെല്ലാം തിരിച്ചാണ്. എന്താ ചേച്ചി പറഞ്ഞാലേ? ഞാനില്ലേ ഒന്നും അറിയാത്ത ആളിനെ പോലെ നടക്കും.
എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ചേട്ടൻ ഒട്ടും ഉറങ്ങിയില്ലേ? കാപ്പി. പോകണ്ടേ? സമയമായി. നിങ്ങൾ പോയിക്കോളും, ഞാൻ വൈകിട്ട് വരാം. ഞാൻ വന്നേക്കാന്നേ. ശരി. ചേട്ടൻ എവിടെ പോന്നു? വരൂ, കാപ്പി കുടിക്കാം. വേണ്ട. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടുമില്ല. ഇപ്പൊ ഈ ദേശത്തിൽ എവിടെ പോന്നു? എനിക്ക് പോയിട്ട് ആവശ്യം. മമ്മി, എന്തിനാ മമ്മി കരയുന്നേ? മത്തായി, മത്തായി, എന്തോ? ഞാൻ ആരാണെന്ന് അറിയാമോ മത്തായിക്ക്? അറിയാം. മത്തായി, മത്തായിയുടെ മകളാകാനുള്ള പ്രായമേ ഉള്ളൂ എനിക്ക്. ഈശ്വരനെല്ലാം കാണുന്നുണ്ട്, ഓർത്തോ. കുഞ്ഞെ, വേണ്ട, വിശദീകരിക്കണ്ട, എല്ലാം എനിക്കറിയാം. കുഞ്ഞെ, ഞാൻ കുഞ്ഞ് ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ശങ്കരേച്ചനെ വിളിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നമ്മുടെ വീടുകളിൽ ഏറ്റവും മാതൃകാ കുടുംബമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു താളപ്പുഴ വന്നതിൽ താളപ്പുഴ എങ്ങനെയുണ്ടായി? അതെന്താ ആരും അന്വേഷിക്കാത്തത്? ആ അന്വേഷണമൊന്നും വേണ്ട. ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം. ക്ഷമിക്കണമല്ലേ? എന്നാൽ അവളെ കൂടി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോട്ടെ, പോരെ? തർക്കിക്കാൻ പറഞ്ഞതല്ല. വിചാരം കൊണ്ടുപോലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളവളല്ല. എന്തോ? നീ എനിക്ക് മാപ്പ് തരില്ലേ? പറയൂ ശാരി, നീ എന്നോട് ക്ഷമിക്കില്ലേ? എന്നോട് അങ്ങനൊന്നും ചോദിക്കട്ടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കൂ. എനിക്കതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. നീ വിശ്വസിക്കൂ, ഇനി ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോവില്ല ശാരു. ഒരിക്കലും ഒരിക്കലും.
ശങ്കരവേനൻ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അന്വേഷിക്കുന്നു. എന്റെ കാവിലമ്മി, ഈ കുഞ്ഞിന് എന്ത് പറ്റി? ശാരദേ, നോക്കൂ ശാരദേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറെ കൂടിപ്പോകുന്നു. ദിസ് ഈസ് ടു മച്ച്. നീ എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഒരു കുടുംബമാണ് തകരുന്നത്. ഞങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ശാരദേ, എന്തൊക്കെയായാലും സുകുമാരൻകുട്ടി നിന്റെ ഭർത്താവാണ്. സൗമ്യയുടെയും സന്തോഷിന്റെയും അച്ഛനാണ്. അക്കാലത്ത് പറയാമെന്നതായിരിക്കും. ഒരിക്കലുമല്ല. ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് പറയുക. എന്റെ ജീവിതത്തിലെ ശൂന്യത ഇവിടുത്തെ കുട്ടിച്ചിരികൾ കേട്ടാണ് ഞാൻ നികത്തിയത്. ആ അടുപ്പവും സ്നേഹം കൊണ്ട് പറയുന്നതാണ്. സ്നേഹത്തിന്റെ പേരിൽ സംസാരിക്കുന്നു പോലും. ഞാനിതെല്ലാം കണ്ടുപിടിക്കുന്നവരെ എവിടെയായിരുന്നു ശങ്കരേട്ടന്റെ സ്നേഹവും അടുപ്പവും ഒക്കെ? എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഒടുവിൽ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ പുരുഷന്മാരെല്ലാം വഞ്ചകന്മാരാണ്, ഹൃദയമില്ലാത്തവരാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നുവന്നു. ശാരദേ, നീ എന്നെ കുറിച്ചാണോ ഈ പറയുന്നത്? എന്തൊരു ശങ്കരേട്ട ഈ നാടകം? ഞങ്ങൾ കൈവച്ച് ശങ്കരേട്ടന് പറയാമോ ശങ്കരേട്ടൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന്? ഞാൻ ശാരദേ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാം തെറ്റിദ്ധാരണയാണല്ലേ? കുറെ കാലം നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിട്ടുപോയി. ഇനിയും പാട്ട് കളിപ്പിക്കാൻ നോക്കരുത്. ശങ്കരേട്ടനെ ശരിക്കാൻ ധൈര്യമുണ്ട്. വിദ്യാർത്ഥിക്കാരും ശങ്കരേട്ടനോട് പറയുകയുണ്ടായില്ലേ? പറയൂ.